ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് പോപ്കോൺ ചിക്കനാണ്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. 200 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ചിക്കൻ്റെ ബ്രസ്റ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനെ ഒന്ന് ചെറിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ചിക്കനെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ പാപ്രിക്ക പൗഡർ ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. പാപ്രിക്ക പൗഡർ ഇല്ലെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജിഞ്ചർ പൗഡറും 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡറും ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഗാർലിക് പൗഡറും ജിഞ്ചർ പൗഡറും ഇല്ലെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കനും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 20 മിനിറ്റ് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. ഇനി ഞാനിവിടെ 1/2 കപ്പ് കോൺഫ്ലേക്സ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. മിക്സിയുടെ ജാറിലോ അല്ലെങ്കിൽ ഫുഡ് പ്രോസസ്സർ ജാറിലോ ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. തീരെ ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കണമെന്നില്ല. ഇപ്പോൾ ഞാൻ കോൺഫ്ലേക്സ് ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചിക്കനിൽ കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് തൽക്കാലം നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന കോൺഫ്ലേക്സും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗാർലിക് പൗഡറും 1/4 ടീസ്പൂൺ ഒരഗാനോയും ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ടേസ്റ്റിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരഗാനോ കയ്യിലില്ലെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുത്താലും മതി. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ ചിക്കൻ ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 20 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കൻ്റെ ഓരോ പീസും എടുത്തിട്ട് ഇതുപോലെ ഫ്ലോറിൽ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഓരോ പീസും ഇതുപോലെ തന്നെ കോട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ എല്ലാ പീസും ഇതുപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചൂടായ എണ്ണയിലിട്ട് തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ടു ലോ ഹീറ്റിലായിരിക്കണം ചൂട്. ഹൈ ഫ്ലെയിമിലിട്ട് ഒരിക്കലും കുക്ക് ചെയ്യരുത്. ചിക്കൻ്റെ ഉള്ളിൽ വെന്ത് വരില്ല, പുറം ഭാഗം കരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ചിക്കൻ പീസ് ഇട്ട് ഇതിന് ഫ്രൈ ചെയ്തെടുക്കരുത്. അപ്പോൾ വേകാനായിട്ട് താമസം ഉണ്ടാവും. 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. തിരിച്ച് മറിച്ച് ഇട്ടുകൊണ്ടിരിക്കുക. ഡീപ്പ് ഫ്രൈ ചെയ്യണമെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്യാം. ഞാനിവിടെ ഷാലോ ഫ്രൈ ആണ് ചെയ്തത്. എന്നാലും നല്ലതുപോലെ ചിക്കൻ വെന്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിനി ഒരു കിച്ചൺ ടവലിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണിത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയറും ചെയ്യണം. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.